ഇപ്പം ഏറ്റവും കൂടുതൽ ഷുഗർ ബോഡിയിൽ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റോർ ചെയ്യുന്നതും യൂസ് ചെയ്യുന്ന ഒരു ഓർഗൻ എന്ന് പറയുന്നത് മസിൽസാണ്. പല ആൾക്കാർക്കും ഡയബറ്റീസ് വരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ മസിൽ അനങ്ങാത്തതുകൊണ്ടാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ കൂടുതലും ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ അവർക്ക് പ്രമേഹം ഉണ്ടാവും. ആ മസിലിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഷുഗറിനെ നമ്മൾ കത്തിച്ച് കളഞ്ഞെങ്കിൽ മാത്രമേ ബ്ലഡിലുള്ള ഷുഗറിനെ എടുത്ത് മസിലിൽ സ്റ്റോർ ചെയ്ത് വെക്കത്തുള്ളൂ. പണ്ടത്തെ കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ അന്ന് ഇതേപോലത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ ശമ്പളം മേടിക്കണം, അല്ലെങ്കിൽ ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്ത് പോയിട്ട് ജോലി ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പണ്ടെന്ന് പറയുന്നത് നമ്മൾ വേട്ടയാടുക, ഭക്ഷണം കഴിക്കുക, അവനവൻ രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ആവശ്യം ഉണ്ടായിരുന്നത് മസിലിൽ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള എനർജിയാണ്. ആ എനർജി എന്ന് പറയുന്നത് ഭക്ഷണത്തിൽ കിട്ടുമെങ്കിലും അത് നമ്മൾ ഒരു പട്ടി കടിക്കാൻ വന്നു, അല്ലെങ്കിൽ ഒരു കടുവ പിടിക്കാൻ വന്നു, അല്ലെങ്കിൽ ഒരു പാമ്പ് കടിക്കാൻ വന്നു എന്നൊക്കെ പറയുമ്പോൾ ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുധമാണത്. അങ്ങനെ കുറേ ആക്ടിവിറ്റി ഉള്ളത് കൊണ്ട് ആ മസിൽ അതെല്ലാം കത്തിച്ച് കളയുന്നത് കൊണ്ട് അവർക്ക് പ്രമേഹമില്ല. പണ്ടത്തെ പോട്ടെ, ഇപ്പോൾ ഒരു 100 കൊല്ലത്തെ മുന്നോട്ടെടുത്താലും അന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ പ്രമേഹം എന്ന് പറയുന്നത് ഒരു പണക്കാരുടെ ഒരു രോഗമാണ്. സാധാരണക്കാർക്ക് അത് വരത്തില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അവർ ശരീരം അനങ്ങി പണിയെടുത്ത് ചെയ്യുന്നത് കൊണ്ട് പൈസ ഉള്ളവരും അത്യാവശ്യം പണിക്കാരെ വെച്ച് ജോലി ചെയ്യുന്നവരൊക്കെ എന്നാന്ന് പറഞ്ഞാൽ അവർ അനങ്ങാതിരിക്കുന്നത് കൊണ്ടാണ് എക്സസൈസ് ചെയ്യണം എന്ന് പറയുന്നത് ഡയബറ്റിസ്. ആ ഒരു കാര്യത്തിലാണ് ഇത് ആവശ്യമുള്ളത്. ഇപ്പം എല്ലാവരും അനങ്ങാതെ ജോലി ചെയ്ത് നന്നായിട്ട് ഭക്ഷണം കഴിക്കുമെന്ന് സംഭവിച്ചെന്നിട്ട് മസിൽ അനങ്ങുന്നില്ല. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും എക്സസൈസിലാണ്. അതായത് ഡയബറ്റീസ് റിവേഴ്സ് ആകണോ, മസിൽ സ്ട്രെങ്തൻ ആകണം, മസിൽ പണിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് കാർബ്സിൻ്റെ അളവ് കുറയ്ക്കണം. ഇത് രണ്ടും ചെയ്താൽ ഓക്കെയാണ്. അവർ ആയുഷ്കാലം മുഴുവൻ മെഡിസിൻ എടുക്കേണ്ട ആവശ്യമേ ഇല്ല.